പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ആന്റണി MP. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പിൻവലിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. ആന്റണി MP 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്ന് വാങ്ങിയെന്നായിരുന്നു ഉദയഭാനുവിന്റെ ആരോപണം. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നമുക്ക് ആ ബൈറ്റ് വേണമെങ്കിൽ ഒന്ന് കേൾപ്പിക്കാവുന്നതാണ്. മാത്രമല്ല രാജു തന്നെ, നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമ രാജു തന്നെ ഈ 2 കോടി രൂപ വാങ്ങി എന്നുള്ള വിവരം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ് പ്രവീൺ. ഉദയഭാനു ഇത് പറയുന്നു, രാജു അത് ശരിവയ്ക്കുന്നു, ഇപ്പോൾ മാനനഷ്ട കേസ് കൊടുക്കുന്നു. ആന്റണി തന്നെ പറയുന്നുണ്ട് പൈസ വാങ്ങിയിരുന്നു, പക്ഷെ എത്ര പൈസയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് തന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ച് പൈസ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നു. പക്ഷേ എത്ര എമൗണ്ട് വാങ്ങിയെന്നോ എത്ര എമൗണ്ട് തിരിച്ചു കൊടുത്തെന്നോ ആന്റണി പറയുന്നുമില്ല. നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മാനനഷ്ട കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ആരോപണം പിൻവലിക്കണമെന്ന് ഉദയഭാനുവിനോട് പറഞ്ഞു. രാജുവിനെതിരെ മാനനഷ്ട കേസ് ഇല്ലേ? ഗുഡ് മോർണിംഗ് അരുൺ. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും CPIM മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള KP ഉദയഭാനു ആന്റണി MPക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ പ്രധാനമായും 2 ആരോപണങ്ങളാണ് വന്നിരുന്നത്. ഒന്ന്, തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് 2.5 കോടി നിക്ഷേപിച്ചു. അത്തരം വിവരം ലഭിച്ചത് മാധ്യമങ്ങളിലൂടെയാണെന്ന് KP ഉദയഭാനു പറഞ്ഞിരുന്നു. SIT ഇക്കാര്യം സ്ഥിരീകരിച്ചെന്നും അതും മാധ്യമങ്ങളിലൂടെ താൻ അറിഞ്ഞെന്നും KP ഉദയഭാനു പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനം സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും അത് അടച്ചുപൂട്ടുകയും ചെയ്തപ്പോൾ അതിൽ നിന്നും 2.5 കോടി രൂപ ആന്റണി MP പിൻവലിച്ചു എന്നും അത്തരം കാര്യങ്ങളൊക്കെ നാട്ടിൽ പൊതുവെ ചർച്ചയാണെന്നും KP ഉദയഭാനു പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ED റെയ്ഡ് അവിടെ നടന്നത്. വിശദമായിട്ടുള്ള പരിശോധന അവിടെ നടന്നിരുന്നു. അതിനുശേഷം ഈ NM രാജു, അതായത് ഈ തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമ തന്നെ കൊച്ചിയിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അവിടെ NM രാജു ഒരു കാര്യം സ്ഥിരീകരിച്ചിരുന്നു. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പണം 2 കോടിയോളം രൂപ ആന്റണി MPക്ക് താൻ കൊടുത്തിരുന്നു. അതിനുശേഷം അതിൽ 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ ലഭിച്ചിട്ടുള്ളൂ എന്നായിരുന്നു NM രാജുവിന്റെ ഒരു പരാമർശം. അതിനുശേഷം വീണ്ടും KP ഉദയഭാനു മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നത് ഈ കൊടുത്ത പണം, ഒപ്പം തന്നെ NM രാജുവിൽ നിന്നും വാങ്ങിയ പണം, അതിന്റെ കണക്ക് വിശദമാക്കണം. ഒപ്പം തന്നെ NM രാജു പണം കൊടുക്കുകയും 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ കൊടുക്കുകയും ചെയ്തതെന്നാണ് ആന്റണി MP പറഞ്ഞത് എന്നും KP ഉദയഭാനു പറഞ്ഞിരുന്നു. ഈ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാനനഷ്ടത്തിനാണ് ഇപ്പോൾ ആന്റണി MP വക്കീൽ മുഖാന്തരം ഇപ്പോൾ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു പോയി. ഈ രാജുവിന് എതിരെ മാനനഷ്ട കേസ് കൊടുത്തിട്ടില്ലേ? രാജുവും പറഞ്ഞല്ലോ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്. അതെ അരുൺ, അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. കാരണം താൻ കൊടുത്ത പണം എത്രയാണെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് NM രാജു ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിനുശേഷം എത്രയാണ് തിരികെ ലഭിച്ചതെന്നുള്ള കണക്ക് കൂടി NM രാജു പറയുന്നുണ്ട്. അതിനുശേഷം ആന്റണി ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിരുന്നു, നിങ്ങൾ എത്ര തുകയാണ് NM രാജുവിന്റെ പക്കൽ നിന്ന് വാങ്ങിയത്, എത്ര തുക തിരികെ കൊടുത്തു? അതിന് ആന്റണി MPയുടെ മറുപടി എന്നുള്ളത് എത്രയാണോ തന്നത് അത്രയും തിരികെ കൊടുത്തു. ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ഈ ഒരു വാചകം മാത്രമാണ് ആന്റണി MP മറുപടി നൽകിയത്. അതായത് എത്ര വാങ്ങിച്ചു, എത്ര NM രാജു എത്ര തുകയാണോ തനിക്ക് നൽകിയത് അത്രയും തുക തിരിച്ചു കൊടുത്തു. അപ്പോൾ 20 ലക്ഷമാണോ, 2 കോടിയാണോ, 2.5 കോടിയാണോ എന്നൊക്കെ നാം ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അതിൽ നിന്നെല്ലാം, ആ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ആന്റണി MP ഒഴിഞ്ഞു മാറുകയായിരുന്നു. യഥാർത്ഥത്തിൽ അരുൺ പറഞ്ഞതുപോലെ തന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ NM രാജുവിനെതിരെയാണ്. കാരണം ആന്റണിയുടെ ഭാഷ്യത്തിൽ പറയുകയാണെങ്കിൽ 2 കോടിയോളം രൂപയൊന്നും താൻ വാങ്ങിച്ചിട്ടില്ല, മറിച്ച് എത്രയാണോ തന്നത് അത്രയും തിരികെ കൊടുത്തു. അത് 20 ലക്ഷമാണോ എന്നത് പോലും അദ്ദേഹം കണക്ക് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ, ആന്റണി MPയുടെ വാർത്താ സമ്മേളനത്തിൽ തുക കൃത്യമായി പറയുന്നില്ല. അതാണ് അതിനകത്തൊരു പ്രധാന കാര്യം. താങ്ക് യു പ്രവീൺ.